ഹലോ മക്കളെ, പലരും +1 എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. +1 ടോപ്പിക്കുകൾക്കും അത്രയ്ക്ക് ഇമ്പോർട്ടൻസേ പലരും കൊടുക്കാറുള്ളൂ. എല്ലാവരും പറയുക +2 ബോർഡ് എക്സാം ഉണ്ട്, അതിനാണ് നമ്മൾ കാര്യമായി ഫോക്കസ് ചെയ്യേണ്ടത്, അല്ല അതിലെ മാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ +1 ടോപ്പിക്കുകൾ +2 ടോപ്പിക്കുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. +2ലെ ടോപ്പിക്കുകൾക്ക് ഒരു ചെറിയ വെയിറ്റേജ് കൂടുതലുണ്ടെങ്കിലും +1 ടോപ്പിക്കുകൾ എത്രത്തോളം നന്നായി നിങ്ങൾ പഠിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സബ്ജക്റ്റുകളിലും ഇങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എസ്പെഷ്യലി കെമിസ്ട്രീൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഈ ഒരു +1 +2 ടോപ്പിക്കുകൾക്കുണ്ട്. ഫിസിക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഇപ്പോൾ 11th സ്റ്റാൻഡേർഡിൽ നമുക്ക് മെക്കാനിക്സ് ആണെങ്കിൽ 12th സ്റ്റാൻഡേർഡിൽ ഇലക്ട്രോ മാഗ്നറ്റിസം ഒരു പരിധിവരെ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പക്ഷേ കെമിസ്ട്രിയിൽ അങ്ങനെയല്ല. കെമിസ്ട്രി 11th 12th ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പാറ്റേണിലുള്ള ടോപ്പിക്കുകളാണ്. എന്ന് വെച്ചാൽ +1 ടോപ്പിക്കുകളുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പല ചാപ്റ്ററുകളും +2ൽ വരിക. അപ്പോൾ അത് വളരെ ക്രൂഷ്യലായിട്ടൊരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 12th ടോപ്പിക്കുകളുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ചാപ്റ്റർ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ കാണുക സൊല്യൂഷൻസാണ്, രണ്ടാമത്തത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഈ രണ്ട് ചാപ്റ്ററുകളും 11th സ്റ്റാൻഡേർഡിലെ ടോപ്പിക്കുകളുടെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, 11th സ്റ്റാൻഡേർഡിലെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി അല്ലെങ്കിൽ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കുകളുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് 12th സ്റ്റാൻഡേർഡിലെ സൊല്യൂഷൻസ് ടോപ്പിക്ക് വരിക. 11th സ്റ്റാൻഡേർഡിലെ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് 12th ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് 11th ടോപ്പിക്കുകൾ പലതും 12th നിങ്ങൾക്ക് അത്രമേൽ എസെൻഷ്യൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, നിങ്ങൾ +1 സെക്ഷനിൽ നിങ്ങൾ എന്ത് വന്നാലും ഒഴിച്ചുകൂടാനാവാത്ത ആ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ചാപ്റ്ററുകൾ നമുക്ക് മറ്റൊരു പേരോട് വിളിക്കാം, ഫണ്ടമെൻ്റൽ ചാപ്റ്റേഴ്സ് നമ്മളതിനെ വിളിക്കുക. കാരണം ഈ ചാപ്റ്ററുകൾ പല സ്ഥലങ്ങളിലും, അതിപ്പോൾ +1 മറ്റ് ചാപ്റ്ററുകളിലായാലും +2 ചാപ്റ്ററുകളിലായാലും അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്ന പല ടോപ്പിക്കുകളും ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് പറയാം. ആദ്യത്തേത് നമ്മുടെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. അതിൽ മോൾ കോൺസെപ്റ്റ് എന്നുള്ള ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 11th സ്റ്റാൻഡേർഡിൽ നമ്മൾ അതിൻ്റെ കൂടെ കുറേ കോൺസെൻട്രേഷൻ നമുക്ക് പഠിക്കാറില്ലേ, മൊളാലിറ്റി ഒക്കെ പോലെ. ആ ടോപ്പിക്കുകളെല്ലാം അതുപോലെ തന്നെ 12th സ്റ്റാൻഡേർഡിലെ സൊല്യൂഷൻസിൽ റിപ്പീറ്റ് ആവും. അതുകൊണ്ട് മോൾ കോൺസെപ്റ്റ് എന്നുള്ള ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റിഡോക്സ് റിയാക്ഷൻ ആണ്. എഗെയിൻ ഒരു ഫണ്ടമെൻ്റൽ ചാപ്റ്റർ, വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും 12th സ്റ്റാൻഡേർഡിലെ ഇലക്ട്രോ കെമിസ്ട്രി ഉഷാറായി പഠിക്കണമെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ചാപ്റ്റർ തന്നെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് ഇങ്ങോട്ട് നോക്കാം. ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ടോപ്പിക്കാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ചാപ്റ്റർ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന പീരിയോഡിക് ടേബിൾ ചാപ്റ്റർ. നമ്മൾ 12th സ്റ്റാൻഡേർഡിലെ D&F ബ്ലോക്ക് എലമെൻറ്റ്സിലേക്ക് പോയാലും P ബ്ലോക്ക് എലമെൻറ്റ്സിലേക്ക് പോയാലും കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് പോയാലും ഒക്കെ ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെയൊക്കെ ഉണ്ടാവും. മറ്റൊരെണ്ണമാണ് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് പലരും ഫിസിക്കൽ കെമിസ്ട്രിയിലും ഇനോർഗാനിക് കെമിസ്ട്രിയിലും ഒക്കെ പെടുത്തുന്ന ഒരു ചാപ്റ്ററാണ്. 11th 12th ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററുകൾ എല്ലാ സെക്ഷനിലേക്കും കണക്ഷൻ വരുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. എസ്പെഷ്യലി ഹൈബ്രിഡൈസേഷൻ്റെ കോൺസെപ്റ്റ്, VSEPR തിയറി, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്തായാലും ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണെങ്കിലും അത് +2 ടോപ്പിക്കുകളായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് അല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. പിന്നെ തെർമോഡൈനാമിക്സിനകത്ത് ∆Gൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും, ∆Gയുടെ സൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഈ കോൺസെപ്റ്റുകളും കൂടി നിങ്ങൾക്ക് പല ചാപ്റ്ററിലും ആവശ്യമായിട്ട് വരും. ഇത്രയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ടോപ്പിക്കുകൾ എന്നുള്ള രീതിയിൽ 11th സ്റ്റാൻഡേർഡിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി പഠനത്തെ എന്തായാലും സ്വാധീനിക്കുകയും ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന ചാപ്റ്റേഴ്സാണെന്ന് ഓർത്ത് വെക്കുക. ഈ ടോപ്പിക്കുകളെല്ലാം പ്രോപ്പർലി റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12th ഒന്നുകൂടെ സ്മൂത്തായിട്ട് കവർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സിലെ ബാക്കിയുള്ള ടോപ്പിക്കുകൾ, ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻ്റായി പഠിച്ചെടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രിയിലെ കാര്യത്തോടെ പറയാം. ഹൈഡ്രോ കാർബൺ ഒരു പരിധിവരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ ടോപ്പിക്ക് നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിൽ എൻ്റയർ ഓർഗാനിക് കെമിസ്ട്രീനെ ഹെൽപ്പ് ചെയ്യുന്ന ടോപ്പിക്കായിരിക്കും. എസ്പെഷ്യലി റെസൊണൻസ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ പോലുള്ള കോൺസെപ്റ്റുകൾ. പിന്നെ 11th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്ന മാർക്കോണിക്കോവ്, ആൻറ്റി മാർക്കോണിക്കോവ് റൂളുകൾ, ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ, അതുപോലെ ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ രണ്ട് ടോപ്പിക്കുകളും 12th സ്റ്റാൻഡേർഡിലെ എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലും വരുന്ന ടോപ്പിക്കുകളാണ്. അതായത് 11th ഒരു ടോപ്പിക്ക് 12th എല്ലാ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലും റിപ്പീറ്റ് ആവുന്ന ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ 11th സ്റ്റാൻഡേർഡിലൊന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിക്കുക. +1 ടോപ്പിക്കുകൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന സമയത്ത് ഈ ടോപ്പിക്കുകളെല്ലാം ക്ലിയർ ആയ ശേഷമാണ് നിങ്ങൾ 12th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇനി കാണാം.